ഹലോ. അപ്പം നമ്മൾ കുറേ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റെയിൻബോ ചോളം. അതിൻ്റെ പിന്നെ വീഡിയോ വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളവായതിൻ്റെ ശേഷം അന്നായത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വിളവെടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ റെയിൻബോ ചോളം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധാ ചോള കമ്പാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വിളവെടുത്തിട്ട് നിങ്ങളെപ്പോലെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അത്യാവശ്യം നല്ല ആയിട്ടുണ്ട്. ആ പച്ച കളറൊക്കെ വിട്ടിട്ട് ഒരു എന്താ പറയുക, ഗോതമ്പിൻ്റെ ഒക്കെ ഒരു കളർ പോലെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ മാഷാ അല്ലാഹ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാ നമ്മൾ ചോളം ഉണ്ടല്ലോ, അതാണ് കൂടുതൽ നമ്മൾ നട്ടിട്ടുള്ളത്. പക്ഷെ അത് ഇതിനേക്കാളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയത് വിളവെടുത്ത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. എൻ്റെ ഉമ്മയാണ് കേട്ടോ വിളവെടുക്കുന്നത്. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതുമാണ്, ഉമ്മ തന്നെ വിളവെടുക്കുകയാണ്. മാഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒരു തൃപ്തി എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു വിളവ് എടുക്കാൻ പറ്റിയാലും അപ്പോൾ ഈ ഒരു സൈഡത്തെ ഏകദേശം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ഇത്തിരിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇല തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിയും, നമ്മുടെ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തരം ചൊറിച്ചിലാണ്. അപ്പോൾ ഈ ചോളത്തിൻ്റെ ഇത് കമ്പ് നമ്മളിപ്പോൾ പറിക്കണില്ല കേട്ടോ. അത് ശരിക്കും നന്നായി ഉണങ്ങിപ്പോയതിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് പറിച്ചിടും. പിന്നെ വിത്തിന് വേണ്ടി ഒരെണ്ണം നമ്മൾ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പം അത് വിത്തൊക്കെ ആയി ഇത് നന്നായി ഉണങ്ങിപ്പോയപ്പോൾ അത്യാവശ്യം ഇതിന് പച്ചപ്പുണ്ടല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ പറിച്ചിടൂല. എന്നിട്ട് ഇനി ഇതിവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കൃഷി ഇതേ തറയിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിക്കളച്ച് നമ്മളവിടെ തന്നെ ഒന്നും കൂടി കൃഷി ചെയ്യും. എന്താ അമ്മ പൊട്ടിച്ച് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് തൊലിയൊക്കെ കളഞ്ഞ് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ മുകളിലുള്ള തൊലി ഒക്കെ കളയുകയാണ് കേട്ടോ. ബാക്കി ഇത് കുറച്ചും കൂടെ ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് റെയിൻബോ ചോളം. മാഷാ അല്ലാഹ്, ആദ്യമായിട്ട് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പലവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും.
അടിപൊളി മാഷാ അല്ലാ, അടിപൊളി അല്ലേ? കളറുണ്ടോ? യെല്ലോ കളറുണ്ട്, ഒരു ഡാർക്ക് ഒരു എന്താ പറയുക റെഡ് ഉണ്ട്, ഒരു കോഫി കളർ, പല രീതിയിലും എനിക്ക് എങ്ങനെയാന്ന് പറയാൻ അറിയണില്ല. മാഷാ അല്ലാ, അടിപൊളി അല്ലേ? ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്, ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. എന്നെപ്പോലെ ഫസ്റ്റ് ടൈം ഉള്ളവരൊക്കെ കമൻ്റ് ഇടും കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ, ഇതൊന്നും കൂടെ ആവാണ്ടോ എന്നിട്ട് ആവണ്ട അമ്മ? ഇല്ല, ഇതിൽ വൈറ്റ് ഉണ്ട്. മാഷാ അല്ലാ, വൈറ്റ് ഓറഞ്ച്, ഇത് രണ്ടും വ്യത്യാസം നിങ്ങൾ മനസ്സിലാവണ്ടാവും ഇക്കാരം. ആദ്യമായിട്ട് കാണുന്ന ഒരു കമൻ്റ് ഇട് കേട്ടോ. അങ്ങനെ ഇപ്പം ഉമ്മ 3 എണ്ണം അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നടുക്കുള്ളത് ഇത് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെ മൊത്തത്തിൽ കളഞ്ഞ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ, ഉമ്മൻ്റെ കൈയുള്ളതുകൊണ്ട്. ഇത് ചുവപ്പ്, യെല്ലോ, പല കളറും ഉണ്ട് ഇതിലും. മെറൂണ്. അടിപൊളി മാഷാ അല്ലാ, അടിപൊളി. നമ്മൾ എല്ലാം എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനിതാ ഇതൊരു വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാ ചോളല്ലേ അതേ കളർ തന്നെ. ഇതിൽ യാതൊരു എന്താ പറയുക മറ്റുള്ള കളറൊന്നും ചേർന്നിട്ടില്ല. നമ്മൾ അന്ന് വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാഗണം ചെയ്യണൊരു ഇത്, പരാഗണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ പരാഗണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കായ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഈ ഭാഗത്തൊന്നും ശരിക്ക് കായ ഉണ്ടായിട്ടില്ല കേട്ടോ, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം ഉമ്മ പരാഗണം ചെയ്യാതെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായതാണ് കേട്ടോ അത്. മറ്റുള്ളതൊക്കെ നമ്മൾ പരാഗണം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ആ കളറ്. ഇത് നമ്മൾ സാധാ കമ്പം, ഇതിൽ വിത്തും കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ വിളവെടുത്തിട്ടുള്ള കമ്പതാ കേട്ടോ, റെയിൻബോ ചോളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഴവിൽ ചോളം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നതും നമ്മൾ ഉണ്ടാക്കിയതും. അപ്പോൾ അത്യാവശ്യം നമുക്കുള്ള വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴവിൽ ചോളം നമ്മൾ വിളവെടുക്കുമ്പോൾ നിങ്ങളും കൂടെ കാണിച്ച് തരുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.